ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫാമിലി ഫ്രണ്ട്ലി കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ല പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് വേണ്ടി റൂംസ്, പൂള്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ ഇവിടുത്തെ മെയിൻ ഒരു വ്യൂ പോയിന്റ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ 4 ബെഡ്റൂം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന എൻട്രൻസിന് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലൻ വ്യൂ ആട്ടോ. കാരണം ഫുള്ള് ഒരു മൗണ്ടൈൻ ഹില്ലാണത്. ഫുള്ള് ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന ഈ ഒരു ഇവിടെയാണ് വ്യൂ പോയിന്റ് വരുന്നത്. ഇവിടെ 2 ചെയേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പൊ നമുക്കിനി റൂമിലേക്ക് പോവാം. റൂമിന്റെ സ്ട്രക്ചർ ഒക്കെ നല്ല ഭംഗിയാണ്. ഒരു പഴയ ഒരു ഇല്ലത്തിന്റെ ആ ഒരു മോഡലിലൊക്കെയാണ് ഇവിടുത്തെ സ്ട്രക്ചർ ഒക്കെ ചെയ്തിരിക്കുന്നത്. അതായത് വെട്ടുകല്ലൊക്കെ വെച്ചിട്ട് നല്ല ചെത്തി മിനുക്കിയിട്ടൊക്കെയാണ്. അതുപോലെ ഇവിടുത്തെ വുഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഒരു പഴയ ഒരു ഓൾഡ് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡോറ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പൊ നമ്മുടെ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് വലിയൊരു ലിവിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് 3 ബെഡ്റൂംസ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സോഫ സെറ്റ്, ദിവാൻ കോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വാൾ പിക്ചറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ നല്ല ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാത്ത് ടവൽസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു LED TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂം നോക്കാം. വാഷ്റൂം ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വാഷ്റൂമിന്റെ ഫുള്ളായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് നല്ല സ്പേഷ്യസ് ഉള്ള വാഷ്റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബാൽക്കണി വരുന്നത്. ബാൽക്കണിയാണ് ഇത്. ബാൽക്കണിന്റെ ഈ സൈഡിലായിട്ട് ഒരു ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ എടുത്ത് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ഫുള്ള് ഒരു മൗണ്ടൈൻ വ്യൂ ആണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇരിക്കാൻ നല്ല ആംബിയൻസ് ആണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് മഴയൊക്കെ ഉണ്ട്. മഴ ടൈമിലൊക്കെ ആണെങ്കിൽ വേറെ ലെവലാട്ടോ. കാരണം ഇതിന്റെ മേളിൽ ബാൽക്കണിയുടെ മേളിൽ ചെയ്തേക്കുന്ന റൂഫ് ചെയ്തിരിക്കുന്ന ഫുള്ള് ഗ്ലാസ്സിലാണ്. അപ്പോൾ നമുക്ക് മഴ പെയ്യുന്നൊക്കെ ലൈവായിട്ട് ഇങ്ങനെ മേളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം വരുന്നത്. സെക്കൻഡ് റൂമിലും നമുക്ക് ബെഡ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ടവൽസ് ഒക്കെ എല്ലാ റൂമിലും ടവലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. AC റൂംസ് ആണ്, എയർ കണ്ടീഷനും ആണ്. ഇവിടെ നമുക്ക് LED TV, അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു മിററൊക്കെ ഉണ്ട്. നമുക്ക് ഡ്രസ് ചെയ്യാനുള്ള ഡ്രസ്സിംഗ് മിററൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. എല്ലാ റൂംസിലും അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അറ്റാച്ച്ഡ് വാഷ്റൂം ആണിത്. വാഷ്റൂം ഒക്കെ നമ്മൾ നേരത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല സ്പേഷ്യസ് വാഷ്റൂമാണ്. ഇവിടെ നമുക്ക് ബാൽക്കണി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ബാൽക്കണിയാണ്. റൂഫൊക്കെ ഫുള്ള് ഗ്ലാസ്സിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഫാൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റൂംസിലും ഇൻഡിവിജ്വൽ ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇരിക്കാം, സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് ഇരിക്കാം. അപ്പോൾ നമുക്കിനി തേർഡ് റൂമിലേക്ക് പോവാം. നമ്മള് ഇപ്പൊ വന്നിരിക്കുന്ന ഇവിടുത്തെ തേർഡ് ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിലും നമുക്ക് എല്ലാ സപ്ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ് സ്പേസ് എല്ലാ ബെഡ്റൂമിലും നല്ല ഭംഗിയായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടവലേറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബെഡ് സ്പേസ് നല്ല സ്പേസ് ഉള്ള ബെഡ് ആട്ടോ. പിന്നെ ഇവിടെ AC റൂം ആണ്, എയർ കണ്ടീഷൻ ഉണ്ട്. പിന്നെ ചെറിയ LED TV ഉണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ ബാൽക്കണി സ്പേസ് നോക്കാം. നല്ല ആംബിയൻസ് ഉള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ക്യാമറ കൊണ്ടുപോയി അറിയാം. ഫുൾ മൗണ്ടൈൻ ആണ്. മൗണ്ടൈൻസും പിന്നെ അവിടെ കുറെ ട്രീസ് ഒക്കെ ഉണ്ട്. ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. സം ടൈംസ് നമുക്ക് അവിടെ എലിഫന്റ്, ഡിയർ ഒക്കെ വരുവാണെങ്കിൽ സം ടൈംസ് ലക്കിയാണ് നമുക്കത് വ്യൂ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ സ്ട്രൈറ്റ് വ്യൂ ആണ് ഈ ബാൽക്കണി. നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഒരു ടീ കോഫി കുടിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഈ റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂംസ് ആണ്. ഈ റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇത് ഇവിടുത്തെ അറ്റാച്ച്ഡ് വാഷ്റൂം ആണ്. വാഷ്റൂം ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല പ്രോപ്പർ മെയിൻറ്റെയിൻസ് ആണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു വ്യൂ പോയിന്റ് ഒന്നും ഇല്ലെന്നുള്ള പരാതി വേണ്ട. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ബ്രിഡ്ജാണ്. ഇവർ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ല മഴയാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ആണ്. നമുക്ക് ആ വ്യൂ കണ്ടാൽ നമ്മളിനി പോകുന്നത് ഇവിടുത്തെ ഇൻഡോർ ഗെയിം സെക്ഷൻ അതുപോലെ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഇൻഡോർ ഗെയിം സെക്ഷനാണ്. ഇവിടെ നമുക്കിതാ ഇവിടെ ഒരു ചെറിയൊരു ക്യാരംസിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിവിങ് സ്പേസ് പോലെ ഇതവിടെ ടേബിളും ചെയറൊക്കെ വെച്ചിട്ട് നമുക്ക് ഗ്യാദർ ചെയ്തിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഒരു സ്ലൈഡറൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു സ്ലൈഡർ, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു സ്ലൈഡറൊക്കെ ഉണ്ട്. പിന്നെ ഇത് ടേബിൾ ടെന്നീസാണ്. ടേബിൾ ടെന്നീസൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇൻഡോർ ഗെയിം സെക്ഷനായിട്ട്. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. നമുക്കിപ്പം ഗസ്റ്റൊക്കെ അവർ ഫുൾ പ്രോപ്പർട്ടിക്ക് ചെയ്യുമ്പോൾ അവരിത് എവിടെയാണ് ബുഫറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ബുഫറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ടേബിളാണ്. അപ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെങ്ത്തിൽ തന്നെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഇത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ഇവിടെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം നല്ല ലെങ്ത് ഉണ്ട്, അതുപോലെ നല്ല ഡെപ്ത് ഉള്ള പൂളാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പൂളിൻ്റെ വോള് കാര്യങ്ങളാണെങ്കിലും ഇവിടുത്തെ വ്യൂ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ്. അതായത് ഇവിടുത്തെ വോളിലൊക്കെ അവർ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ള ബോഗൺവില്ലയുടെ നല്ലൊരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ പൂള്. അപ്പോൾ അതുപോലെ തന്നെ ഇൻഫിനിറ്റി പൂൾ നമുക്ക് പറയാം. കാരണം അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മൗണ്ടൻ വ്യൂ ആണ്. അവിടെ ഫുള്ള് ട്രീസ് ഒക്കെയാണ്, അതായത് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ പൂളിൽ തന്നെ നല്ല ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം കോട്ടേജിലേക്കാണ് കേട്ടോ. അതായത് കയറി വരുന്ന ഒരു ആംബിയൻസ്, അതായത് ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതായത് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മൗണ്ടെയിൻ വ്യൂ ആണ്, നല്ല ഫുള്ള് ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. ഇതാ ഈ സൈഡിലേക്ക് നോക്കിയാൽ എൻ്റെ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഫുള്ളൊരു ഹിൽ, അതായത് ഫുൾ മലയാണ്, വലിയൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം ഭയങ്കര മഴക്കാലത്തൊക്കെ ഭയങ്കര, കാരണം ഞാൻ നിങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ലൊരു മഴ കിട്ടി. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഈ സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് റൂമിലേക്ക് കയറാം. നമ്മൾ സിംഗിൾ ബെഡ്റൂം കോട്ടേജിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ ടവലായിട്ടൊക്കെ ചെയ്ത് ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ AC റൂമാണ്, എയർ കണ്ടീഷൻ റൂമാണ്. അതുപോലെ ഇവിടെ ചെറിയൊരു LED TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിൽ ബെഡിൽ നിന്നാണ് നമുക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഗ്ലാസ് വ്യൂ ഉണ്ട്. നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ വ്യൂ കാണാം. അതുപോലെ നമുക്ക് ഇവിടെ ഈ ഗ്ലാസ് ക്ലോസ് ചെയ്യണമെങ്കിൽ മേലെ കർട്ടൻസ് ഉണ്ട്. ആ കർട്ടൻ നമുക്ക് താഴേക്ക് വെച്ചാൽ കർട്ടൻ താഴേക്ക് വരും. പിന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം, അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഉണ്ട്. വാഷ്റൂമൊക്കെ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സപ്ലൈസ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഈ കിടിലൻ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. സൈനിങ് ഓഫ് ജിതിൻ. സ്റ്റേ ട്യൂൺ.